എല്ലാവർക്കും ജോ കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇനി നമുക്കൊരു പൊറോട്ട ആയാലോ? അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയും 1 മുട്ട, പിന്നെ 1 ടേബിൾ സ്പൂൺ പാല്, 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ പഞ്ചസാര, ഉപ്പ്, എണ്ണ, വെള്ളം ഇതെല്ലാം ആവശ്യത്തിന് എടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മുട്ട ഞാനിവിടെ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പാല്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ തൈര് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യാനുസരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരുവത്തിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ള പരുവത്തിലാണ് ഇത് വേണ്ടത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാലാണ് ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നല്ല എളുപ്പത്തിൽ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് കുഴച്ചിട്ട് വരാം. അപ്പം ഞാനിവിടെ ഒരു 10 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ തൊട്ട് നോക്കി അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മുകളിൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു നനഞ്ഞ തുണിയും കൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് അതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് 2 മണിക്കൂർ ശേഷമാണ് നമ്മളിത് പരത്തിയെടുത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ തുണി എടുത്ത് മാറ്റാം. നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. എന്നിരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉരുളകളാക്കണം. ഇനി ഞാൻ കുറച്ച് മൈദപ്പൊടി ടേബിളിൽ വിതറി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടേബിളിൽ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. എന്തായാലും കുറച്ച് കൂടുതൽ സ്ഥലം ഉള്ളിടത്ത് വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പരത്തുമ്പോൾ സ്ഥലം കിട്ടാണ്ട് വരും. ഇതൊന്ന് നീട്ടി ഉരുട്ടിയതിന് ശേഷം കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. ഈക്വലായിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ട പലതും പല വലിപ്പത്തിലിരിക്കും. അതിനുശേഷം ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഉണ്ട ഉരുട്ടണം. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ടേബിളിൽ ഓൾറെഡി ഞാൻ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കയ്യിലും നന്നായിട്ട് എണ്ണ തേച്ചിട്ട് വേണം ഇത് നമ്മൾ പരത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ എണ്ണയ്ക്ക് പിശുക്ക് കാണിക്കാൻ പാടില്ല. നല്ല ലെയറായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നല്ലപോലെ എണ്ണ ഇതിലേക്ക് ഉപയോഗിക്കണം. പിന്നെ കൈകൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് ഈ ചപ്പാത്തി റോളറിൻ്റെ ഒന്നും ആവശ്യമില്ല. കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. മാവ് അതുപോലെ നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാൻ വളരെ ഈസിയാണ്. ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പരത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എണ്ണ തേച്ച് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ടേബിളിൽ നിന്ന് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഇത് ഇടയ്ക്ക് കീറിയാലൊന്നും ഓട്ടകളൊന്നും വന്നു കഴിഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. എത്രത്തോളം തിന്നാക്കി പരത്താൻ പറ്റുമോ അത്രത്തോളം നമ്മൾ തിന്നാക്കി ഇതൊന്ന് പരത്തിയെടുക്കണം. ഇത് നന്നായിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ടേബിളിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ ഇത് കീറിപ്പോവാതെ നന്നായിട്ട് തന്നെ കിട്ടും. അതിനുശേഷം നമ്മളിത് ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുരുട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാതും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഗ്യാപ്പ് വരാതെ വേണം ഒന്ന് ചുരുട്ടിയെടുക്കാൻ. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് വരുന്ന ഭാഗം ഉള്ളിലോട്ടൊന്ന് കയറ്റി വെച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് പരത്തുമ്പോൾ വിട്ടുപോകും. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും ഇതുപോലെ നമ്മളിതൊന്നും പരത്തിയെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്ഷനിലെ ഓൾ എന്നുള്ളതിലും കൂടി ഒന്ന് അമർത്തണം. എന്നാലാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ മറ്റു വീഡിയോസും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് പോയി കാണുക.
ഇവിടെ എല്ലാതും ഞാൻ ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളൊരു 2 കപ്പ് മൈദയ്ക്ക് 7 എണ്ണം വരെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ ആദ്യം ചുരുട്ടി വെച്ചത് മുതൽ എടുത്തിട്ട് നമ്മൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കൈയിൻ്റെ നടുവത്തെ ഭാഗം വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരി തിന്നാക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു തിക്നെസ് അതിന് വേണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് പാനിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്കണം. നമ്മുടെ പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. പക്ഷേ നമ്മുടെ ഈ പൊറോട്ട ഇച്ചിരി കട്ടിയുള്ളതായതുകൊണ്ട് ഉള്ളു വേവാണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ പൊറോട്ട ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. ഒരു 3-4 എണ്ണം ചുട്ട് കഴിയുമ്പോൾ നമ്മളൊരു 3-4 എണ്ണം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പം ചൂടോട് കൂടി തന്നെ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ എന്തായാലും അടിക്കണം, എന്നാലാണ് നമ്മുടെ പൊറോട്ട കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആവുള്ളൂ. ആ ലെയർ ആയിട്ട് വരുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പൊറോട്ടയായിരുന്നു, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.